ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മെഴ്സിഡസ് മെയ്ബയുടെ ആദ്യ സ്പോർട്ടി റോഡ്സ്റ്റർ മോഡൽ വിപണിയിൽ. ഇന്ത്യയിൽ ഈ വർഷം 3 എണ്ണം മാത്രം. മെയ്ബ SL 680 മോണോഗ്രാം എന്ന പേരിലാണ് പുതിയ ആഡംബര സ്പോർട്ടി പതിപ്പ് എത്തിയിരിക്കുന്നത്. ഇതുവരെ വിപണിയിലെത്തിയിട്ടുള്ള മെയ്ബ മോഡലുകളിൽ ഏറ്റവും സ്പോർട്ടി മോഡലാണ് ഈ റോഡ്സ്റ്റർ പതിപ്പെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. 4.2 കോടി രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില. ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വെറും 3 എണ്ണം മാത്രമാണ് ഈ വർഷം ഇന്ത്യക്കായി അനുവദിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ മറ്റു മെയ്ബ സെഡാൻ മോഡലുകൾക്ക് സമാനമാണ്. വെർട്ടിക്കൽ സ്ലോട്ടുകളായി നൽകിയിട്ടുള്ള ഗ്രില്ല്, മെയ്ബ ലെറ്ററിംഗ് എന്നിവയോടൊപ്പം ഒബ്സീഡിയൻ ബ്ലാക്ക് നിറമാണ് ബോണറ്റിന് നൽകിയിരിക്കുന്നത്. മെയ്ബ ലോഗോയ്ക്കു പകരം മെഴ്സിഡസ് 3 സ്റ്റാർ ലോഗോയാണ് ബോണറ്റിൽ നൽകിയിട്ടുള്ളത്. ഇത് ഒരു അത്യാഡംബര 2 സീറ്റർ മോഡലാണ്. 12.3 ഇഞ്ച് വലിപ്പമുള്ള ഡ്രൈവർ ഡിസ്പ്ലേ, 11.9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയും ഇതിൽ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി. ഇരുവരും ഉൾപ്പെടുന്ന ക്രൂ 9 ദൗത്യസംഘത്തെയും വഹിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:35 പേടകം പുറപ്പെട്ടത്. 17 മണിക്കൂറോളം ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ 3:27 ഫ്രീഡം ഡ്രാഗൺ പേടകം ഭൂമിയിൽ വന്നിറങ്ങും. ഫ്ലോറിഡ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുക. ക്രൂ 9 സംഘത്തിൽ സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിക് ഹെഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരും ഭൂമിയിലേക്ക് മടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയായിരുന്നു. ഇരുവരെയും ISS-ൽ എത്തിച്ച ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന് സാങ്കേതിക പ്രശ്നം നേരിട്ടതോടെയാണ് താമസം 9 മാസത്തിലേറെ നീണ്ടത്. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ പലതവണ നാസ ശ്രമിച്ചിരുന്നു. എന്നാൽ സ്റ്റാർലൈനറിന്റെ തകരാറും ഹീലിയം ചോർച്ചയും പ്രതിസന്ധിയിലാക്കി. സ്റ്റാർലൈനർ പേടകം പിന്നീട് ആളില്ലാതെ നിലത്തിറക്കുകയായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് സുനിതയുടെയും ബുച്ചിന്റെയും മടക്കയാത്ര ഈ മാസത്തേക്ക് നീട്ടിയത്. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിതയെന്ന നേട്ടവും സുനിത ഈ യാത്രയിൽ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന്റെ ഇന്ത്യൻ നിർമ്മിത എയർപോഡുകൾ വരുന്നു. ഇതിനായി ഫോക്സ്കോണിന്റെ ഹൈദരാബാദ് പ്ലാന്റിൽ ഉടൻ എയർപോഡുകളുടെ നിർമ്മാണം ആരംഭിക്കും. ഏപ്രിലോടെ എയർപോഡിന്റെ നിർമ്മാണം ആരംഭിക്കും. കയറ്റുമതിക്ക് വേണ്ടി മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉൽപ്പാദനം. പ്രധാനമായും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമായിരിക്കും എയർപോഡുകൾ കയറ്റി അയക്കുക. ഫോക്സ്കോൺ, പെഗാട്രോൺ, ടാറ്റ ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ആപ്പിൾ വിതരണക്കാർ. ആപ്പിളിന്റെ വയർലെസ് ഇയർഫോണുകളുടെ നിർമ്മാണം ഫോക്സ്കോണിന് സുപ്രധാന ചുവടുവയ്പായിരിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണം ചൈനയ്ക്ക് പുറത്ത് ഉൽപ്പാദനം തുടങ്ങാനാണ് ആപ്പിൾ ശ്രമിക്കുന്നത്. 2023 ഹൈദരാബാദ് പ്ലാന്റിൽ എയർപോഡുകളുടെ നിർമ്മാണത്തിനായി ഫോക്സ്കോൺ $400 മില്യൺ നിക്ഷേപം നടത്തിയിരുന്നു. 23.1% വിപണി വിഹിതവുമായി ആപ്പിൾ ലോകമെമ്പാടുമുള്ള ട്രൂ വയർലെസ് സ്റ്റീരിയോ വിപണിയിൽ ഒന്നാമതെത്തിയിരുന്നു. 2ാം സ്ഥാനത്തുള്ള സാംസങ്ങിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ഭക്ഷ്യവിതരണ കമ്പനിയായ സൊമാറ്റോ നിയമക്കുരുക്കിൽ. യൂണിഫോം വിതരണക്കാരായ നോന ലൈഫ് സ്റ്റൈലിന് നൽകാനുള്ള 1,64 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയെന്നാണ് ആരോപണം. ഹർജി അംഗീകരിക്കപ്പെട്ടാൽ സൊമാറ്റോയ്ക്കെതിരെ പാപ്പരത്ത നടപടികൾ എടുത്തേക്കും. നോന ലൈഫ് സ്റ്റൈൽ മുൻപ് സൊമാറ്റോയ്ക്കെതിരെ സമർപ്പിച്ച പാപ്പരത്ത ഹർജി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതിക്കാർ രണ്ടാമതും നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഹർജി അംഗീകരിക്കപ്പെട്ടാൽ അത് സൊമാറ്റോയ്ക്കെതിരെ പാപ്പരത്ത നടപടികൾക്ക് കാരണമായേക്കും. നിലവിൽ സൊമാറ്റോയ്ക്ക് അതിന്റെ കടങ്ങൾ വീട്ടാൻ കഴിയില്ലെന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഹർജിക്കാരായ വസ്ത്ര ബിസിനസ് കമ്പനി 2023 ICC ലോകകപ്പ് സമയത്ത് ജീവനക്കാർക്കും ഡെലിവറിക്കാർക്കും യൂണിഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള പണം സൊമാറ്റോ വൈകിപ്പിച്ചുവെന്ന് മാത്രമല്ല മുഴുവൻ ഡെലിവറിയും സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. നേരത്തെ ഇതേ പരാതി ട്രിബ്യൂണൽ തള്ളിയിരുന്നു. അടുത്ത മാസം 3-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ 10 മിനിറ്റിനുള്ളിൽ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി സെപ്റ്റോയും. ഏറ്റവും പുതിയ iPhone 16e, എയർപോഡുകൾ, ചാർജിംഗ് ആക്സസറികൾ, മറ്റ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ എന്നിവ ഏറ്റവും വേഗത്തിൽ നഗരങ്ങളിൽ വിതരണം ചെയ്യുമെന്നാണ് വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ നഗരങ്ങളിൽ ഈ സൗകര്യം ലഭിക്കില്ല. എതിരാളികളുടെ സമാന ഓഫറുകളെ പൊളിക്കാനാണ് സെപ്റ്റോയുടെ നീക്കം. ഐപാഡുകൾ, എയർപോഡുകൾ,
മാക്ബുക്ക് എയർ, ആപ്പിൾ വാച്ച് എന്നിവയുൾപ്പെടെ നിരവധി ആപ്പിൾ ഉപകരണങ്ങൾ തെരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരങ്ങളിൽ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിയതായി ബ്ലിങ്കിറ്റ് 2 ആഴ്ച മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹി NCR, മുംബൈ, ഹൈദരാബാദ്, പൂനെ, ലക്നൌ, അഹമ്മദാബാദ്, ചണ്ഡീഗഡ്, ചെന്നൈ, ജയ്പൂർ, ബംഗളൂരു, കൊൽക്കത്ത എന്നിവ ഈ നഗരങ്ങളിൽ ഉൾപ്പെടുന്നു. ഉയർന്ന മൂല്യമുള്ള ഗാഡ്ജറ്റുകളിലേക്ക് വർദ്ധിച്ചു വരുന്ന ആളുകളുടെ ഡിമാൻഡാണ് പ്രീമിയം ഇലക്ട്രോണിക്സിലേക്ക് തിരിയാൻ സെപ്റ്റോയെ പ്രേരിപ്പിച്ചത്. ഇതോടൊപ്പം ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കായി തിരയുന്ന ഉപയോക്താക്കളുടെ എണ്ണത്തിൽ പ്രതിമാസം 35% വർധനവും രേഖപ്പെടുത്തിയിരുന്നു. അവശ്യ വസ്തുക്കളുടെ വിതരണത്തിനു പുറമെ സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഭക്ഷണ വിതരണം ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്ന വിഭാഗങ്ങളിലേക്ക് കടന്നത് വിപണിയിൽ കിടമത്സരത്തിനും കാരണമായി. ഈ വർഷം ജനുവരിയിൽ അടിയന്തര മെഡിക്കൽ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി ബ്ലിങ്കിറ്റ് 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് സേവനം നൽകുന്നതിലേക്കും കടന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡീപ് സീക്കിലെ ജീവനക്കാരോട് രാജ്യം വിടരുതെന്ന നിർദ്ദേശവുമായി ചൈന. തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരുന്നത് തടയുന്നതിനും പ്രധാന ജീവനക്കാർ ജോലി മാറുന്നതിനുമെതിരെയാണ് നടപടിയെന്നാണ് റിപ്പോർട്ട്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ചൈന പുറത്തുവിട്ടത്. അമേരിക്കയുടെ ChatGPT-യേക്കാൾ മികവ് തെളിയിച്ച ഡീപ് സീക്ക് നിമിഷ നേരം കൊണ്ട് ജനപ്രിയമായിരുന്നു. പിന്നാലെ ആപ്പിന്റെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി പല രാജ്യങ്ങളും ഡീപ് സീക്കിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആപ്പിനെ സംബന്ധിച്ച വിവരങ്ങൾ ചോരുമെന്നതിനാൽ ഇപ്പോൾ ജീവനക്കാരോട് രാജ്യം വിടരുതെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. കമ്പനിയിലെ ഒന്നിലധികം ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡീപ് സീക്കിൽ ഇനി മുതൽ ആർക്കൊക്കെ നിക്ഷേപിക്കാമെന്നത് തീരുമാനിക്കുന്നതിൽ സർക്കാർ നേരിട്ട് ഇടപെടുമെന്നും റിപ്പോർട്ടുണ്ട്. ചൈനയും US-ഉം തമ്മിലുള്ള AI മത്സരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാര രഹസ്യങ്ങൾ ചോർന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം AI ഗവേഷകരോടും സംരംഭകരോടും US-ലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ചൈന നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.